നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യം പറഞ്ഞ ആ പൂജാമുറിയിൽ നിന്ന് ചേച്ചിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനാണ് ഞാൻ വന്നത്. അതിന്റെ പേരിൽ എന്ത് ദേവശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ലായിരുന്നു. രാധികയുടെ ഈ വ്രതത്തിന് ഫലമുണ്ടായ കണിമംഗലത്തുകാർ മുഴുവൻ പിന്നെ അവളുടെ മുന്നിൽ തൊഴുതു നിൽക്കും. പിന്നെ രാധികയുടെ ഒരു വേലക്കാരിയുടെ സ്ഥാനമേ പ്രിയങ്കയ്ക്ക് ഈ വീട്ടിലുണ്ടാവും. രാധികയ്ക്ക് വേണ്ടി പലതും ചെയ്യാൻ ഈ വീട്ടിലുള്ളവർ നിന്നോട് കൽപ്പിക്കും. അതൊക്കെ നീ ചെയ്യേണ്ടി വരും. അല്ല, രാധികയുടെ വ്രതം നല്ല രീതിയിൽ അവസാനിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ പ്രിയങ്ക? വിശ്വസിക്കാതെ എന്ത് ചെയ്യും? അത്ഭുതങ്ങൾ പലതും സംഭവിക്കാറുണ്ടല്ലോ. എനിക്ക് കേൾക്കട്ടെ. നീ ഇത്രയും നാൾ അവളുടെ കൂടെ ജീവിച്ചതല്ലേ? ഈ കാലത്തിനിടയില് നിന്റെ കൺമുന്നിൽ നടന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞു. അത് കഥകളിലെ നമുക്ക് എല്ലാം വായിക്കാൻ പറ്റും. ഭക്ഷണം കഴിക്കാതെയും ഒറ്റക്കാലിൽ നിന്നും ദേവന്മാരെ പ്രസാദിപ്പിച്ചെടുത്തതും വരം ചോദിച്ചതും ഒക്കെ. അതൊന്നും ആരും ചെയ്യാറില്ലല്ലോ. ഒരു കണക്കിന് നിന്റെ ചേച്ചി കാണിക്കുന്ന ഈ വാശിയുണ്ടല്ലോ, അത് നല്ലതാ. നല്ലതോ? അതെ. രാധികയുടെ വ്രതം ദിവസങ്ങൾ പിന്നിട്ടിട്ടും സൂര്യ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ അവൾക്ക് പിന്നെ ഈ കൃഷ്ണഭക്ത എന്നുള്ള പേരുണ്ടാവോ? ഉണ്ടാവോ പ്രിയങ്കെ? ഇനി സൂര്യ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ രാധിക വ്രതം നിർത്തോ? ഇല്ല. അപ്പൊ പിന്നെ എന്താ സംഭവിക്ക? പച്ച വെള്ളം പോലും കുടിക്കാതെ അവള് തൊണ്ട വരണ്ട് ചാകും. നിനക്കോ എനിക്കോ ചെറിയമ്മയ്ക്കോ ആർക്കും ഒരു കുറ്റവും ഇല്ല. പക്ഷേ നമുക്കൊക്കെ ബുദ്ധിമുട്ടായി തീർന്ന ഒരാള് അതോടെ തീർന്നു പോയി കിട്ടുകയും ചെയ്യും. അതല്ലേ നല്ലത് മോളെ? ഏട്ടത്തി പറഞ്ഞതിലും കാര്യമുണ്ട്. കാര്യമേ ഉള്ളൂ. നീ നോക്കിക്കോ, ആദ്യത്തെ 1-2 നേരം ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അമ്മയൊക്കെ അവളുടെ അടുത്ത് ചെല്ലും, ഒരുപാട് നിർബന്ധിക്കും. പക്ഷേ പതുക്കെ പതുക്കെ അവരത് നിർത്തിക്കോളും. നിന്റെ ചേച്ചിക്ക് ചാകാനുള്ള സമയം അവളെ തിരഞ്ഞെടുത്തോന്ന് കരുതിയാ മതി. ചെല്ല് പ്രിയങ്കേ. ഇവിടെ വന്നപ്പോ ഉർവശി എന്നോട് ചോദിച്ചു, വരുണിന് ഇത് ഇഷ്ടമാകുമോന്ന്. പൂവെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കളിപ്പാട്ടത്തിന്റെ കാര്യം. പോട്ടെ മോനെ, കുഴപ്പമില്ല. വേണ്ട മോനെ. ചെറിയച്ച, എനിക്കാണ് അബദ്ധം പറ്റിയത്. ചെറിയച്ചൻ ഇത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നൊരു സാധനം ഞാൻ നിഷേധിക്കാൻ പാടില്ലായിരുന്നു. ചെറിയച്ച, സോറി. ഒരു കാര്യം ചെയ്യും, ചെറിയച്ചൻ തന്നെ എന്റെ കയ്യിലിട്ടോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.